നാച്ചുറേഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മുഖത്തുണ്ടാകുന്ന കുരുക്കൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇതിനകം നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരു 18-15 വയസ്സ് മുതൽ ഇങ്ങനെ തുടങ്ങുന്ന ഒരു പ്രശ്നമാണ് മിക്ക ആളുകളിലും മുഖക്കുരു എന്നുള്ളത്. ചില ആളുകൾക്ക് മുഖക്കുരു വന്ന് അത് മാറി പിന്നെ അവിടെ കുഴികളും കലകളും ഒക്കെ ആയിട്ട് മുഖത്ത് അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ മറ്റൊന്നും വേണ്ട, ഒരു പ്രയാസമില്ലാതെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് പറയുന്നത്. ഒരുപാട് പണച്ചെലവോ സമയച്ചെലവോ ഒന്നുമില്ല. അല്പം തുളസിയില ഒരു പിടി എടുക്കുക, 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന അത്രയും പിടി തുളസിയില എടുക്കുക. തുളസിയില എടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ച് അത് 1 ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിക്കുക. ശേഷം ആ വെള്ളം മാത്രം എടുത്ത് ഒരു പാത്രത്തിൽ വെക്കുക. അത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ആറിയതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്കത് എല്ലാം ഒരേ സമയം ആവശ്യം വരുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് 2 സ്പൂൺ എടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് അല്പം അലോവേര ജെല്ല് വാങ്ങാൻ കിട്ടും, വാങ്ങുന്നത് ഉപയോഗിക്കാം. അതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ജെല്ല് മാത്രം എടുത്തിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ 2 സ്പൂണിലേക്ക് അല്പം അലോവേര ജെല്ലും ചേർത്തിട്ട് മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. മുഖക്കുരൊക്കെ ഉള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക. രാവിലെ എണീക്കുമ്പോൾ അത് കഴുകി കളയുക. അതുപോലെ കുളി കഴിഞ്ഞിട്ട് രാവിലെ തേക്കാം. ഇങ്ങനെ ചെയ്താൽ മുഖക്കുരു പാടെ മാറിക്കിട്ടും. മുഖത്തുള്ള കുഴികളും കലകളും മുഖക്കുരു വന്നിട്ടുള്ള കലകളും ഒക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. മുഖത്തിന് നല്ല തിളക്കവും ലഭിക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളൊന്നും ഇതിനു വേണ്ടി നമ്മൾ വെറുതെ ഉപയോഗിച്ച് കെമിക്കൽ കണ്ടൻസ് അടങ്ങിയ അത്തരം സംഗതികൾ ഉപയോഗിച്ച് നമ്മുടെ മുഖം കേടാക്കരുത്. ഇങ്ങനെയുള്ള സംഗതികൾ ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ, ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ, ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ബൈ.